ഹേ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായി കണ്ടിട്ട് നമ്മൾ ഇന്ന് എൻഡർ ഡ്രാഗനെ തീർക്കാൻ പോവുകയാണ്. അതെ, സക്സസ്ഫുള്ളി. അങ്ങനെ ഇന്ന് നമ്മൾ എൻഡർ ഡ്രാഗനെ തീർക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എൻഡർ ഡ്രാഗനെ പോയി അങ്ങ് തീർത്താൽ മതി. അപ്പോൾ ഞാൻ എൻഡർ പേളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എൻഡർ പേളും എൻഡർ ഐയും എടുത്തിട്ടുണ്ട്. ഒരു എൻഡർ പേളെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. സാരമില്ല, നമുക്ക് ആദ്യത്തെ ഒന്ന് എറിഞ്ഞു നോക്കാം. നമുക്ക് ആ മലമണ്ടയിൽ കയറിയിട്ടൊന്ന് എറിഞ്ഞു നോക്കാം. എന്താവുമെന്ന് അറിയില്ല. ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻഡർ ഡ്രാഗനെ തീർക്കാൻ പോകുന്നത്. പിന്നെ എലൈട്ര ഇന്ന് തന്നെ എടുക്കാനുണ്ട്. അപ്പോൾ എലൈട്ര എടുക്കാൻ വേണ്ടി ഇതെങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടാണ്. നമുക്ക് പോയി നോക്കാം. എലൈട്ര ഇതാക്കാനുള്ള അൺബ്രേക്കിങ്, പിന്നെ ഈ അൺബ്രേക്കിങ് പിന്നെന്തോന്നും ഇടുമല്ലോ, മെൻഡിങ് ഉള്ള ബുക്കും കുറച്ച് റോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചിട്ട് കാണിക്കാം. കുറേ പോകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തെങ്ങും കാണാൻ വഴിയില്ല. അതേ ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ അടിയിലാവാനാണ് ചാൻസ്. എൻ്റെ 2 എൻട്രപ്പുകൾ പൊട്ടിപ്പോയി ഗൂയ്സ്. നോക്കട്ടെ, ഇതങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ വില്ലേജിലല്ലേ? ഞാൻ വെച്ച് ഈ വില്ലേജിൽ കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. കുറച്ചൊക്കെ ഇവിടെ ഈ വില്ലേജിൽ തന്നെ ആയാൽ മതിയായിരുന്നു. കുറേ നേരമായി വരുന്നത്. നോക്കാം. തിരിച്ചു പോയി ഗൈസ്. അപ്പോൾ ഈ വില്ലേജിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. അത് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് കുഴിച്ചു തുടങ്ങാം. ഇവിടെ ഒരു മൂലയ്ക്ക് വെച്ചങ്ങ് കുഴിച്ചു തുടങ്ങാം ഗൈസ്. ഇവിടെ നിന്ന് അങ്ങ് കുഴിച്ച് നമുക്കങ്ങ് പോവാം. എത്ര നല്ല രീതിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് താഴോട്ട് എത്തട്ടെ. കാണുവാണെങ്കിൽ കാണിക്കുക. ഇതിപ്പോൾ ഇവിടെ തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ലല്ലോ. ഞാൻ എത്തിയിട്ടുണ്ട്. ഇതെന്നാ സംഭവം? ഇങ്ങനെ ഒരു റൂമൊക്കെ ഉണ്ടോ? ഇതൊരു പെട്ടിയിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് നേരെ കുഴിച്ച് വന്നു. ഇതിനകത്തോട്ട് തന്നെ എന്തായാലും വീണിട്ടുണ്ട്. കുറേ കോളും അയണും. നമുക്ക് പിന്നെ അയണൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. നല്ല ഉപകാരമായി. ഇനിയിപ്പോൾ ഇതിന്നാണ് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. ഇതൊരു 8 കാലിയൊക്കെ ഇരിക്കുന്നു. 8 കാലിയുടെ വണ്ടിക്ക് സ്കെൽട്ടൻ കൊള്ളാം. ചവടാ, ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി. 2 പേരും പടിയായി. പാവങ്ങൾ സത്ത് പോയിട്ടാടാ. എന്നാൽ അതെങ്ങനെ അത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കിട്ടി എനിക്ക്. എൻ്റെ മൂട്ടിൽ തന്നെ ഞാൻ കുഴിച്ച് വന്നത്. നൈസ് ഗായ്സ്. ഇതിൽ എത്ര എൻട്രപ്പുകളുണ്ട്? 2 എൻട്രപ്പുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് സീനില്ല. അതും എന്തായാലും എൻ്റെ എൻട്രപ്പുകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നോ ഇഷ്യൂ. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ നമ്മുടെ റീസ്പോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങോട്ട് മിസ്ക്ലിക്കിൻ്റെ കിങ്ങാണ് ഞാൻ എവിടെ വിൽക്കണമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ 7 അയലത്ത് പോലും ഞാൻ വെക്കത്തില്ല. അവിടെ ഇവിടെയും കൊണ്ടേ വെച്ചോളൂ. അതാണ് എൻ്റെ പോളിസി. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഇതിനെ നമ്മൾ ആദ്യമേ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് വിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ആരും കയറി വരില്ല. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. റീസ്പോൺ സെറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, ഇതൊന്ന് വെക്കട്ടെ. എന്തായാലും എന്തൊക്കെയോ ആവുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ എൻഡർ ഡ്രാഗനെ കൊല്ലാൻ വരുന്നത്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിസ്ക്ലിക്കിങ്ങിൻ്റെ ആരൊക്കെയോ ആണ്. ഇവിടുന്ന് ആരും വരത്തില്ല. എന്നാലും ഒന്ന് മൂടി വെച്ചേക്കാം ഒരു സേഫ്റ്റിക്ക്. 8 കാലി ഇനി കയറി വരണ്ട. സെറ്റാണ്. വെട്ടം വിളിയൊക്കെ വേണം. അതുകൊണ്ട് ആ ലാഭം മൂടുന്നില്ല. നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഒരു ഇതൊക്കെ ആക്കണം. എന്നതാ എന്തോ പറയുമല്ലോ. ഇത് വെച്ചിട്ട് ലിങ്ക് ചെയ്യണം. നെതർ പോർട്ടൽ വെച്ചിട്ട് ലിങ്ക് ചെയ്യണം. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരം പറയുന്നുണ്ട്. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഞാൻ റോക്കറ്റാക്കാനുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ബുക്കും ഉണ്ട് കയ്യിൽ. ഇതൊക്കെ ഇതിനകത്തേക്ക് വെക്കാം. വെറുതെ കൊണ്ടുപോയി തൊലയ്ക്കണ്ട. ഇല്ല, ഞാൻ വെച്ചാൽ കുറച്ച് ആരോ എടുത്തുള്ളൂ എന്ന്. ഞാൻ എടുത്തതായിട്ട് എൻ്റെ ഓർമ്മ. എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ്, കുറേ ബ്രെഡ് എല്ലാം ഉണ്ട് കയ്യിൽ. ഞാൻ മാസമാണ്. എൻട്രപ്പുകൾ, കുറച്ച് ബ്ലോക്ക്, ഇതൊക്കെ കയ്യിലിരുന്നോട്ടെ. ആവശ്യം വരും. കാരണം എവിടെയാണ് ചെന്ന് സ്പോണാകുന്നതെന്ന് പറയാൻ പറ്റില്ല. വല്ല
ഐലൻഡിൽ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിൽ പണിയും കിട്ടും. എല്ലാം എടുത്ത് കൈ പിടിച്ചേക്കാം. അതുമല്ല പില്ലർ പൊട്ടിക്കാനേ നമുക്ക് ബ്ലോക്ക് വേണ്ടേ. ഓ നമുക്കിങ്ങനെ സ്നീക്ക് ചെയ്തിരുന്നാൽ വെക്കാൻ പറ്റില്ലല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഇത് വെച്ച് 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 ഭാഗ്യം എക്സ്ട്രാ കയ്യിലുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ തണ്ടിപ്പോയാനെ. എന്നിട്ട് 2 ബാക്കി. 3 ബാക്കിയുണ്ട്. നമ്മളങ്ങനെ എൻ്റർ പോർട്ടലല്ല എൻഡ് പോർട്ടൽ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ബാക്കി എൻ്റർപ്പേൾ അങ്ങോട്ട് പോകട്ടെ. ഇൻവെൻട്രിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്യട്ടെ ഗൈസ്. ടോർച്ച് ആയിരിക്കട്ടെ. നമുക്ക് എൻട്രയൊക്കെ എടുക്കണ്ടേ, അതിന് വേണ്ടി വരും. എല്ലാം സെറ്റാണ്, എല്ലാം കയ്യിലുണ്ട്. എൻ്റർപ്പേൾ എടുത്ത് കൈ പിടിച്ചേക്കാം. ഇല്ലേ ഡ്രാഗൻ തന്നെ വേൾഡിലോട്ട് പറത്തി വിടും. ചാടാം. നേരെ അങ്ങെടുത്ത് ചാടിയേക്കാം. എന്തൊക്കെയോ ആവുന്നെനിക്ക്. അയ്യോ, നമ്മുടെ ഇത് എന്നാ ഇതിൻ്റെ പേരെന്നാ, സോഡുണ്ട്, എല്ലാം ഉണ്ട്, സെറ്റാണ്. ഒന്നും എടുക്കാനില്ലല്ലോ. അങ്ങെടുത്ത് ചാടിയേക്കാം അല്ലേ. അങ്ങനെ നമ്മൾ എൻഡിലോട്ട് പോകാൻ പോവുകയാണ്. എടുത്തങ്ങ് ചാടിയിട്ടുണ്ട്. അയ്യോ, ലോഡിങ് സ്ക്രീൻ. അയ്യേ, ഇതന്നെ എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേ ടെക്സ്റ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇനി ഓഫാക്കണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടാണ്. എന്താ ഇങ്ങനെ കളിക്കുക. തൽക്കാലത്തേക്ക് ഇങ്ങനെ കളിക്കുക. ഇപ്പം ഇതിൽ നിന്ന് ഇനി അങ്ങനെ മണ്ടയ്ക്ക് പോയി ഇത് പില്ലർ ചെയ്ത് കയറണം. ബ്ലോക്ക് എൻഡർ ഡ്രാഗൻ്റെ ഹെൽത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ. ഷീൽഡ് ഉണ്ടായത് നന്നായി. ഇല്ല ഇപ്പം എന്നെ പുറത്ത് വിട്ടേനെ. ഷീൽഡ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് പോയല്ലോ അതെ പിന്നെയും വന്നു. ഇതെന്നെ പോന്നു വരുന്നു സംഭവം തന്നെ. എനിക്കാണ് ബ്ലോഗൊക്കെ വെക്കാനും പേടിയാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. വരുന്നുണ്ട് ഡ്രാഗൻ. വരുന്നു. പോടാ, പോയി തരത്തിൽ പോയി കളിക്കടാ. ഇപ്പം ഞാൻ ഇവനെ ഒന്ന് വേഗം ഒന്ന് തീർക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്ക് കുറച്ച് എൻ്റർപ്പേൾ ഒപ്പിച്ചാലോ ഇവിടുന്ന്. ഇവിടെ നമുക്ക് 3 ബ്ലോക്ക് ഹൈറ്റിൽ ഇത് വെച്ചിട്ട് എൻ്റർപ്പേൾ ആരുമില്ല. അതേ എൻ്റർ ഡ്രാഗൻ പറന്ന് കളിക്കുന്നു. നിൻ്റെ അവസാനത്തെ പറക്കലാടാ ഇന്ന്. ഞാനിന്ന് തീർത്ത് തരും. മിക്കവാറും നീ എന്നെ തീർക്കാൻ ചാൻസ് ഉണ്ട്. അത്രട്ടം ചാവേണ്ടി വരുമോ എന്താ നോക്കാം. വരുന്നു പോയാ ഇങ്ങോട്ട് വരുന്ന അവിടെ നിന്ന് നിൽക്കുവായിരുന്നേ. എൻ്റെ ബ്ലോക്കെല്ലാം നശിപ്പിച്ചവൻ. ഞാൻ കഷ്ടപ്പെട്ട് വെച്ചത് വെറുതെയായി. ഒരു കാര്യം ചെയ്യാം, എൻ്റർപ്പേളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അമ്പ് ചെയ്ത് വിടാം. കൊണ്ടില്ല. മിക്കവാറും ചാവും. ഒരു ഹാർട്ട് ചാത്തു. അങ്ങനെ ആദ്യത്തെ മരണം കണ്ടിട്ടുണ്ട്. വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് മറ്റേ ഇതെടുക്കാണ്ടല്ലേ, ഡ്രാഗൻ്റെ ശ്വാസം. നമുക്കതൊന്ന് എടുക്കണം. അതിനെന്തൊരു അച്ചീവ്മെൻ്റ് ഉണ്ട്. ഞാൻ ഈ അച്ചീവ്മെൻറ്റും കൂടെ എടുക്കാനാണ് നിൽക്കുന്നത്. ഇനി സബാഷ്. അപ്പോൾ കുപ്പിയെല്ലാം പോയിട്ടുണ്ട്. താങ്ക്സ്. ഫൈനലി ഗായ്സ് തീർന്നു. ഞാൻ കുറേ നേരം മിണ്ടാണ്ടിരുന്നങ്ങ്
കളിക്കുകയായിരുന്നു ഇവനെ തീർക്കാൻ വേണ്ടി. എത്ര വട്ടം ചത്തു എന്നൊരു പിടുത്തവുമില്ല. ഫൈനലി എൻഡർ ഡ്രാഗൺ ചത്തിട്ടുണ്ട്. അതിനുള്ള അച്ചീവ്മെൻറ്റും കിട്ടി. ഇനിയിപ്പം എലൈറ്റർ എടുക്കാൻ പോകണം. എൻ്റെ കയ്യിൽ കുറേ ബ്ലോക്കൊന്നും കാണുന്നില്ല. എന്തൊക്കെ പോയിന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും എല്ലാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലെവല് 46 51 52 ലെവലായിട്ടുണ്ട്. പിന്നെ അല്ല, ഇനിയിപ്പോൾ നമുക്ക് മറ്റേ മുട്ട എടുക്കാനുണ്ട്. ഞാൻ വെച്ചത് പോയിന്ന്. എൻഡർ ഡ്രാഗൻ്റെ മുട്ട നമുക്ക് മുട്ട എടുക്കാം. മുട്ട ഒന്ന് ടോർച്ച് എൻ്റെ കയ്യിൽ കാണണമല്ലോ. ഉണ്ട്. ടോർച്ച് എടുത്ത് വെച്ചേക്കാം. ഇനി പൊട്ടിക്ക്. പിന്നല്ല, അങ്ങനെ എൻഡർ ഡ്രാഗൻ്റെ മുട്ടയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എലൈറ്റർ എടുക്കാൻ പോവുക. ഇന്ന് തന്നെ എലൈറ്റർ എടുക്കണോ? എന്നാൽ പിന്നെ ഇന്ന് തന്നെ എലൈറ്റർ അങ്ങ് എടുത്തേക്കാം. നമ്മുടെ റയർ വേൾഡിൽ ഒന്ന് മാത്രം കാണുന്ന ഒന്നെന്നെയും തോന്നുന്നു. ഇനിയിപ്പോൾ എൻഡർ ഡ്രാഗനെ പിന്നെയും തീർത്ത് ഈ എൻഡർ എഗ്ഗ് കിട്ടുമോ? ഡ്രാഗൺ എഗ്ഗ് അറിയത്തില്ല. അങ്ങനെ ഇതേ നമ്മൾ എൻഡർ ഡ്രാഗനെ തീർത്തതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇത് എന്നാന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സാധനം ഒന്ന് എൻ്റെ പേരിപ്പോൾ കാണിക്കും. എൻ്റെ പേര് KST ഗെയിമിംഗ് വേൾഡ്. അപ്പോൾ നമുക്കിനി എലൈറ്റർ എടുക്കാൻ പോകാം. ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയട്ടെ. നമ്മളത് റീസ്പോൺ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് വന്നത്. എന്തായാലും നന്നായി. ഇനിയിപ്പോൾ ഈ സാധനമെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് സിറ്റി കണ്ടുപിടിക്കാൻ പോവാം. എൻ്റെ സിറ്റി. എന്നല്ലേ നമുക്ക് ഞാനിതിന് ഷിയർ എടുത്തുകൊണ്ട് വന്ന എന്നല്ലേ നമുക്ക് എൻ്റെ പേരെന്നെ എലൈറ്റർ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് എലൈറ്ററേയും കൂടെ എടുത്തിട്ട് വരാം ഗായ്സ്. നമ്മുടെ പോർട്ടൽ എന്ത് കാണുന്നില്ല. അതെ കണ്ടു, അങ്ങ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു. അതെ, ഇപ്പോൾ ക്ലിയറായിട്ട് കാണാം. എനിക്ക് ലാഗുണ്ട് ചെറുതായിട്ട്. എൻ്റെ പൊന്നോ, ഫൈനലി എൻഡർ ഡ്രാഗനെ തീർത്ത് നമുക്ക് കുറച്ച് എൻഡർപ്പുകൾ കാണാം. എന്നാലേ അതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ച് എൻഡർപ്പുകൾ ഒപ്പിക്കട്ടെ. ഇനിയിപ്പം നമ്മുടെ ബ്ലോക്ക് നശിപ്പിക്കാനായിട്ട് ഡ്രാഗനൊന്നും വരത്തില്ല. ഡ്രാഗനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എൻഡർപ്പുകൾ ഒപ്പിക്കട്ടെ. ഇത്ര എൻഡർപ്പുകൾ മതിയാകും, സീനില്ല. കുറച്ച് മതി. നമുക്ക് അതിനകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി മാത്രം. ഞാനവിടെ ഇരുന്ന് പോർട്ടലുണ്ട്. അതേ കിടക്കുന്നു അവിടെ. ഇടക്ക് മറന്നുപോയി എവിടെ ഇരിക്കുന്നതെന്ന്. ഇനി കുറച്ച് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് കയറി കൊടുക്കാം. അതെ, നമ്മൾ ഇനി അങ്ങോട്ട് പില്ലർ ചെയ്ത് കയറണം. അല്ലാണ്ട് വേറെ വഴിയില്ല. നോക്കാം. എന്തായാലും എലൈറ്റർ എടുക്കണം. നമുക്ക് എലൈറ്റർ എടുക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാട് മൊത്തം കളിച്ചത്. ഇതന്നെ സംഭവം. കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്. അത് നേരെ വോയിഡിലോട്ട് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ നമുക്ക് കിട്ടുന്നതെല്ലാം നല്ല പണി കിട്ടിയ സാധനങ്ങളാണ്. അതെ, നേരെ വോയിഡിൽ താഴെ ഒന്ന് പോയാൽ വോയിഡാ. കൊള്ളാം. പിന്നെ നമുക്ക് ഷൾക്കർ ബോക്സും വേണ്ട. ഷൾക്കർ ഷെല്ല് ഒപ്പിക്കണം. നമുക്കെന്തായാലും എൻ്റെ സിറ്റി റൈഡ് ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കും. കിട്ടണമല്ലോ, ഇല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട വെറുതെ. പിന്നെ നമുക്ക് വലിയ ബിൽഡൊക്കെ ചെയ്യാം. ഞാനിതുവരെ വേൾഡിനകത്ത് പ്രത്യേകിച്ച് ബിൽഡൊന്നും ചെയ്തിട്ടില്ല. നമുക്കതൊന്ന് ചെയ്ത് നോക്കണം. എവിടെ സ്പോണാകും? നല്ല സ്ഥലത്താണ് നിന്നത്. ഞാൻ നിൽക്കുന്ന നോക്കുക എവിടെയാണ്. ഇതിൻ്റെ പേരെന്നായിരുന്നു? ഇതിനകത്ത് ഇതും ഏകദേശം ഒരു വോയിഡിൻ്റെ അടുത്താണ്. പിന്നല്ല, നേരത്തെ 1-2 MLG വർക്കായി. അതും ഉണ്ടാക്കിയിട്ട് എടുത്ത് ചാടുന്നതാണ്. കിട്ടിയാലും കിട്ടി എന്നാണല്ലോ. നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് എന്നാന്ന് വെച്ചാൽ ഇവിടുന്ന് എൻ്റെ സിറ്റി കണ്ടുപിടിക്കണം. ഇവിടുന്ന് എറിഞ്ഞ് എത്തുമോ? നമുക്ക് എറിഞ്ഞ് നോക്കാം. എത്തിയാൽ മതിയായിരുന്നു. ഇല്ല നേരെ എല്ലാം കൂടെ ഞാൻ വോയിഡിലോട്ട് പോകും. നമുക്ക് റിസ്ക് തിന്നുന്ന മാതിരി എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. ഞാൻ ചങ്ക് മാക്സിമം ഇട്ടിട്ടുണ്ട്. ഇനി നോക്കാം. ഇപ്പം അത്യാവശ്യം കാണുന്നുണ്ട്. ചെറിയ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാകും. എൻ്റെ മാക്സിമം
മറ്റേ ചങ്ക് കൂട്ടിയിടാൻ പറ്റുന്ന 13 ചങ്കാണ്. അപ്പം എൻ്റെ ഒരു മൊബൈലിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയേ ഉണ്ടാകത്തുള്ളൂ എന്ന്. ഇവിടെ അങ്ങ് കാണുന്നുമില്ല. എന്തിപ്പോൾ ഇനി കുഴിയും കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ അത് നേരെ വീടിലോട്ടാണോ എന്നറിയില്ല. നിങ്ങളെ കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും കുറേ കറങ്ങേണ്ടി വരും. അടുത്തൊന്നും കാണുന്നില്ല ഞാൻ. ഇവിടെ വലിയൊരു ഐലൻഡാണ്. ഇവിടെ ഒന്നും കാണാനില്ല. നമുക്കൊന്ന് കറങ്ങി അതുമല്ല, ഈ ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നുമില്ല. ഞാനിതുവരെ ഗെയിമിൽ നിന്ന് കിറ്റായിട്ടില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇത് കളയണമെങ്കിൽ തന്നെ കിറ്റ് അടിക്കണം. ഞാൻ കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സാധനം കിട്ടി ഗൈസ്. അടുത്തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തീർന്നതും എനിക്ക് സാധനം കിട്ടി. ഇനിയിപ്പോൾ അങ്ങോട്ടങ്ങനെ പോവും. അവിടെ വലിയൊരു ഇതാണ്. ഇത് രണ്ടും 2 ഐലൻഡാണെന്ന് തോന്നുന്നു. അത് ഒറ്റ ഐലൻഡാണോ എന്താ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ല, നമുക്കിങ്ങനെ കറങ്ങി പോകേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് പോയി പോകാം. അവിടെ ഷിപ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല ഉണ്ടോ എന്ന്. എന്തായാലും സിറ്റി മാത്രമേ കണ്ടുള്ളൂ. അതിനകത്ത് ഷിപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി. പിന്നെ നമുക്ക് പറന്ന് നടക്കാം. എന്തായാലും ഒരു എലൈറ്റർ കിട്ടിയ അതിനകത്ത് ഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എലൈറ്റർ എടുത്തിട്ട് അങ്ങ് തിരിച്ചു പോകും. പിന്നെ ഞാൻ കൂടുതൽ ചുറ്റിക്കറങ്ങാനൊന്നും നിൽക്കുന്നില്ല. അല്ല ഗൈസ്, അത് വേറൊരു ഐലൻഡ് തന്നെയാണ്. അങ്ങോട്ട് നമ്മൾ പില്ലർ ചെയ്ത് പോകേണ്ടി വരും. വലിയ വോയിഡാണ് താഴെ കാണുന്നത്. താഴോട്ട് പോയാൽ തീർന്നു. സൂക്ഷിച്ച് പോകണം. ഇവിടുന്ന് എൻട്രപ്പുകൾ എറിഞ്ഞു നോക്കാം. ഇതെന്തായാലും എത്തും, കാരണം മറ്റേൻ്റെ അത്ര ദൂരമില്ല. ഇവിടെ സിറ്റിയുടെ അകത്ത് പോയി വീണു. ഇല്ല, മുന്നിലാണ് വീണ്. അതെ, ശൽക്കർ. അപ്പോൾ നമുക്ക് ശൽക്കർ ഷെല്ലിനുള്ളതുമായി. അടിച്ച് എയറിൽ കയറ്റി തന്നെ. നൈസ്. ഒരുത്തൻ ടെലപ്പോർട്ടായി. ഇത് മിക്കവാറും അങ്ങ് മണ്ടയ്ക്ക്. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറാം. ഞാനിതുവരെ ഷിപ്പ് കണ്ടില്ല ഇതിനകത്ത്. ഇതിനകത്ത് ഇപ്പോൾ ഷിപ്പില്ലേ. നല്ല വലിയ സിറ്റി ആണല്ലോ, നല്ല വലുപ്പമുണ്ട് സിറ്റിക്ക്. പക്ഷേ ഷിപ്പൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. താഴെ വീണിട്ടുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പൊട്ടിച്ച് കയറാം. അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇല്ല, ഞാൻ ഷിപ്പ് കാണുന്നില്ല. ഷിപ്പില്ല ഇതിനകത്ത്. ഇല്ല, ഷിപ്പില്ല ഇവിടെ. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രം ഞാൻ കാണിക്കുക. എലൈട്ര ഇതിനകത്ത് കിട്ടാൻ വഴിയില്ല. ഇവിടെ ഒന്നുമില്ല. നമുക്കൊരിവിടെ പെട്ടി കിട്ടിയിട്ടുണ്ട്. കുറേ ഡയമണ്ട് ഉണ്ടല്ലോ. 6 ഡയമണ്ട്. അയൺ ആയിരുന്നോട്ടെ. ഗോൾഡ് നമ്മുടെ കയ്യിലില്ല. എല്ലാം അങ്ങ് നമ്മൾ ചെസ്റ്റ് അടക്കം എടുത്തുകൊണ്ട് പോകും. ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്തും ഡയമണ്ട്. കൊള്ളാമല്ലോ. ഇപ്പോൾ നമ്മൾ മൈനിങ്ങിന് പോകാണ്ട് തന്നെ നമുക്ക് കുറേ ഡയമണ്ട് കിട്ടുന്നുണ്ട്. മൊത്തം ഇപ്പോൾ 8 ഡയമണ്ട് ഉണ്ട്. നമ്മുടെ ഇൻവെൻട്രി നിറഞ്ഞു. അതിപ്പോൾ സീനാണല്ലോ. നമ്മുടെ കയ്യിൽ ഷൾക്കർ ബോക്സ് ഷെല്ലുണ്ട് നമുക്ക് ഇതാക്കാനുള്ള. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഒരു ഷൾക്കർ ബോക്സ് ആക്കാനുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ വുഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു ഷൾക്കർ ബോക്സ് ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ ഒരുത്തനും ഉണ്ട്. ഇത് എത്ര പേരുടെ തന്നെ അടിക്കാൻ. ഞാനിവിടെ ഒരു ഷൾക്കർ ബോക്സും ഷൾക്കർ ബോക്സ് എൻട്ര ചെസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവന്മാരിത് നിറച്ചുകൊണ്ട് എന്നെ ഇതുവരെ താഴെ ഇറക്കിയിട്ടില്ല. ഞാനൊരു 1-2 മിനിറ്റ് എൻ്റെ എയറിൽ തന്നെ നിൽക്കുന്നത്. ഇത് അവിടെയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഷെല്ലും അവിടെ കിടപ്പുണ്ട്. പിന്നെയും ഡയമണ്ടിൻ്റെ മഴയാണ് ഇവിടെ. തീർക്കടാവുന്നേ. ടെലപ്പോർട്ട്. ഇവന്മാർക്ക് ഇങ്ങനൊരു കഴിവുണ്ടല്ലേ, ടെലപ്പോർട്ടാവാൻ പറ്റും. അത് കുറച്ച് സീനാണ്. ഇവന്മാരടിച്ചിട്ടിട്ട് പിന്നെയും പിന്നെ എയറിൽ കയറ്റി. എനിക്ക് എന്തിൻ്റെ തൂക്കടായിരുന്നു താഴോട്ട് കാണണ്ടേ. ഞാൻ വെച്ചാൽ അവനെ എന്നെ അടിച്ചുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ അടിച്ചിട്ട് ടെലപ്പോർട്ടായത് അവനാണ്. പിന്നെയും അവിടെ. ഇത് അത്ര ഇതിനൊരു എൻഡിങ് ഇല്ല ചവിടാ. അപ്പോൾ ഞാൻ ടെലപ്പോർട്ടായത് ഇവനായിരുന്നു. മറ്റവനോട്ട് റെഡി കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ലാൻഡായിട്ട് വേണം അവനെയും കൂടെ ഒന്ന് തീർക്കാൻ. അയ്യോ, ഇത് കുറേ പണിയുണ്ട്. അവന്മാരടിച്ച എയറിൽ കയറ്റുന്നു. ഭയങ്കര പണിയത്. പിന്നെ താഴെ ഇറങ്ങാനോട്ട് പറ്റുന്നുമില്ല. മിൽക്ക് എന്നാലും എത്ര ബക്കറ്റ് മിൽക്ക് കൊണ്ടുവരണം. പിന്നെ എന്നെ എയറിൽ കയറ്റി.
അവനെയും കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു എഫക്റ്റ് തീരട്ടെ. ഇതിനകത്ത് ഷിപ്പ് ഇല്ലായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞത്. പോയാണ് ഇവിടുന്ന് എങ്ങാനും MLG വർക്കായില്ലെങ്കിൽ ഞാൻ എൻ്റെ ബെഡ് പൊട്ടിച്ച് എടുത്തായിരുന്നു. പിന്നെ ഞാൻ സ്പോണിനെ വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ഇതെടുക്കുന്നത്. ഇനി ഞാൻ എലൈറ്റർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്ത ഷിപ്പ് കാണുവാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ സ്ട്രക്ചർ കാണാനൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ചെറിയൊരു സിറ്റി അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ചൊന്ന് കറങ്ങി നടക്കട്ടെ കേട്ടോ. കുറച്ച് എൻട്രപ്പുകളും വേണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലോക്കൊക്കെ നൈസായിട്ട് തീർന്നു. അപ്പം ഞാൻ ഇങ്ങനെ സ്ലാബ് വെച്ച്, ഇപ്പോൾ സ്ലാബാണ് വെക്കുന്നത്. എൻ്റെ വുഡും കുറേ ഞാനിങ്ങനെ ഫുൾ ബ്ലോക്കായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യമേ സ്ലാബ് ആക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് തികയാണ്ട് വരത്തില്ലായിരുന്നു. എലൈറ്ററും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. എൻ്റെ അമ്മോ, ബ്ലോക്ക് മൊത്തം ദേ ഒരു എൻ്റെ സിറ്റി കാണാം. ദേ ഒരു തന്നെ ഞാൻ നോക്കി. ആകാംക്ഷ കുറച്ച് കൂടുതലാണേ. ഇവൻ ഒരടി കൊള്ളുന്നില്ല, അതാണ് സീൻ. നമ്മൾ പിന്നെ PvPയിൽ കിടിലായതുകൊണ്ട് നൈസ്. അവൻ എൻട്രപ്പുകളും തന്നില്ല. അതിൽ ഷിപ്പുണ്ട് ഗൈസ്. പിന്നെ അല്ല, ഫൈനലി ഷിപ്പുള്ളൊരു എന്നായിരുന്നു എൻ്റെ പേര്, സിറ്റി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വന്നാൽ നന്നായി. എന്നാലും മറ്റേ ഇതിൽ കിട്ടാഞ്ഞത് എനിക്ക് വളരെയധികം സങ്കടമായിപ്പോയി. ഇത് പിന്നെ കണക്റ്റഡാണ്. ഇനിയിപ്പോൾ ഞാൻ വെച്ചു ഇനി ഇതിനും ബ്ലോക്ക് വെക്കണമെന്ന്. ഭാഗ്യത്തിന് എന്തായാലും കണക്റ്റഡാണ്. ഞാൻ ആദ്യമേ പോയിട്ട് എലൈറ്റർ എടുക്കട്ടെ. നമ്മൾ ഷിപ്പിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് വെച്ച് അങ്ങ് മണ്ടയിലോട്ട് കയറാം. ഇത് തികയോ? ഇത് കുറച്ച് ഇതിലാണ്, മണ്ടക്കാണ് ഇരിക്കുന്നത്. ഇല്ല, ഇതൊരിടത്തും തികയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഏരിയ നമുക്കങ്ങ് കയ്യിലാക്കിയേക്കാം. വയസ്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തിലാ ഇതിൻ്റെ പേരെന്നായിരുന്നു? ഷിപ്പിനകത്ത് ഫുള്ള് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് തടി കിട്ടി. ഇതന്നെ ഞാൻ ഈ ഒരു എലൈറ്ററേയും കൂടെ എടുത്തിട്ട് ഞാനങ്ങ് തിരിച്ച് ബേസിലോട്ട് പോകും, നമ്മുടെ റൂമിൽ. എന്നിട്ട് വേണം ഒന്ന് പറന്ന് കാണാൻ. എന്നിട്ട് ഓഫ് ക്യാമറയിലിരുന്ന് കുറച്ചും കൂടെ ഷൾക്കർ ബോക്സ് എനിക്ക് ആക്കണം. ഇപ്പം എന്തായാലും ഇല്ല, കുറച്ച് എലൈറ്ററേയും കുറച്ച് ഷൾക്കർ ഷെല്ലും കൂടെ എനിക്ക് ഒപ്പിക്കണം. എന്തായാലും ഇന്നില്ല. ഈ ഒരു എലൈറ്ററേയും കൂടെ എടുത്തിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. കുറേ നേരം ഇരുന്ന് കളിക്കണം, മടുത്ത് ഞാൻ. പിന്നെ എയറിൽ കയറ്റി അൺവിലും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എലൈറ്റർ അങ്ങ് എടുത്തിട്ട് മെൻഡിങ് ആൻഡ് ബ്രേക്കിംഗ് ഒന്ന് നമുക്ക് ഇട്ടേക്കാം. ഞാൻ രണ്ടും ഒരൊറ്റ ബുക്കിലാക്കിയിട്ടുണ്ട്. 6 XP അതൊന്നും സീനില്ല. നമ്മളങ്ങ് എലൈട്ര എടുത്തു പോയി. ഇത് നമ്മുടെ കയ്യിൽ നമ്മുടെ തോളത്ത് എലൈട്ര വീണിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എലൈറ്റർ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് നടക്കും. നമുക്കിങ്ങനെ പറന്നൊക്കെ നടക്കാം. ഇനി ഞാൻ കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് ബേസിലോട്ട് പോകട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ. വയസ്സ് അങ്ങനെ നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോണിൽ പ്രത്യേകിച്ച് ബിൽഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി വേണം ചെയ്യാനായിട്ട്. ഇതൊരു മലയായതുകൊണ്ടാണ് ഞാനിവിടെ ബേസ് വെക്കാഞ്ഞത്. വലിയ ദൂരത്തൊന്നുമല്ല, തൊട്ടപ്പുറത്ത്. അതേ നമ്മുടെ XP ഫാർം ഇരിക്കുന്നത്. ഞാനിനി ബേസ് ഒന്ന് പറഞ്ഞു കാണട്ടെ. ഇതേ കണ്ട നമ്മുടെ വീടും കാര്യങ്ങളും പിന്നെ ഫാർമും എല്ലാം ഒറ്റൊരു സൈഡിലാണ് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റണം. എല്ലാം ഒന്നുമല്ല, നല്ല ലാഗും ഉണ്ട്. ഞാൻ ഒന്ന് ചങ്ക് കുറച്ച് കേട്ടോ ഗായ്സ്. ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തു. ഇത് ഡ്രാഗൻ്റെ എഗ്ഗും ഡ്രാഗൻ്റെ തലയും എല്ലാം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അത് തലയായിരുന്നല്ലേ. അപ്പോൾ ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.